എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചൂട് കൊണ്ട് എല്ലാവരും ആകെ തളർന്നിരിക്കുകയാവും അല്ലേ? എന്നാൽ നമുക്ക് ഈ ക്ഷീണവും തളർച്ചയും ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് നല്ലൊരു ജ്യൂസ് തയ്യാറാക്കി എടുത്താലോ? അപ്പോൾ ആദ്യമേ തന്നെ ഈ ഫ്രൂട്ട്സിനകത്തുള്ള ജെല്ല് ഒരു സ്പൂൺ കൊണ്ടെടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത് കാലാവസ്ഥയിലും വളരെ സുലഭമായിട്ട് തന്നെ ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ട്സാണ് ഈ പാഷൻ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 2 കളറിലുള്ള പാഷൻ ഫ്രൂട്ട്സാണ്. ഒരെണ്ണം ഒരു വയലറ്റും പിങ്കും കളറിലുള്ള മിക്സാണ്, ഒന്ന് മഞ്ഞ കളറിലും ഉള്ളതാണ് കേട്ടോ. ഈ മഞ്ഞ കളറിലുള്ളതിൽ കുറച്ച് പുളി കൂടുതലുള്ളതാണ്, മറ്റേതിനെ അപേക്ഷിച്ചിട്ട് ഇതിന് കുറച്ച് പുളി കൂടുതലാണ്. മറ്റേതിന് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നല്ല മധുരമായിരിക്കും ഉണ്ടാവുക. ഫ്രൂട്ട്സുകളിൽ ഏറ്റവും നല്ല ഗുണമുള്ളത് ഈ പാഷൻ ഫ്രൂട്ട്സിനാണെന്നാണ് പറയുന്നത്. വളരെയേറെ ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിൻ സി, എ എന്ന നാരുകളൊക്കെ ഒരുപാടുള്ള ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ്. സമ്പുഷ്ടമായ ഉഷ്ണമേഖല പഴം കൂടിയാണ് ഈ ഒരു പാഷൻ ഫ്രൂട്ട്സ്. ഈ ചൂട് കാലത്തൊക്കെ നമ്മുടെ ശരീരത്തെ കുളിർപ്പിക്കാനും അതുപോലെ തന്നെ ക്ഷീണം അകറ്റാനും ഒക്കെ വളരെയേറെ നല്ലൊരു ഫ്രൂട്ട്സാണ് ഈ പാഷൻ ഫ്രൂട്ട്സ്. അധികം വളപ്രയോഗത്തിൻ്റെ ഒന്നും ഒരാവശ്യമില്ല കേട്ടോ. മുറ്റത്തിപ്പോൾ നല്ലൊരു മരം ഉണ്ടെങ്കിൽ അതിൻ്റെ ചോട്ടിലായിട്ട് ഇത് നട്ട് വളർത്തിയാൽ മതി, ഇത് പടർന്ന് കയറിക്കോളും. ഞാൻ തന്നെ ഇപ്പം നട്ടിരിക്കുന്ന ഒരു കശുമാവിൻ്റെ ചോട്ടിലാണ് കേട്ടോ. അത് പടർന്ന് കയറി അതിൻ്റെ മേളിലൊക്കെ ഒരുപാട് ഇങ്ങനെ കായ്ക്കും. അത് നിലത്ത് വീഴുന്നതിനാണ് നല്ല മധുരം ഉണ്ടാവുക. ഇത് എപ്പോഴും ഇതിലിങ്ങനെ കായ്ച്ചുകൊണ്ടേയിരിക്കുന്നതാണ് കേട്ടോ ഈ പാഷൻ ഫ്രൂട്ട്. ഞങ്ങൾക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. പ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഹൃദയാരോഗ്യത്തിനും അതുപോലെ തന്നെ പ്രമേഹത്തെ ഒക്കെ നിയന്ത്രിക്കാനും ഒക്കെ വളരെയേറെ നല്ലതാണ്. ദാഹശമനിയായിട്ടൊക്കെ ഉപയോഗിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഉഷ്ണകാലത്തൊക്കെ നമുക്ക് ഇതുപോലുള്ള ജ്യൂസുകളൊക്കെ നമുക്ക് ഉണ്ടാക്കി കുടിച്ചാൽ വളരെയേറെ നല്ലതാണ്. ഇത് ജ്യൂസ് മാത്രമല്ല കേട്ടോ, ജാം ഉണ്ടാക്കാം, അച്ചാറുണ്ടാക്കാം, ചമ്മന്തി ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസുകൾ ഈ പാഷൻ ഫ്രൂട്ട്സ് കൊണ്ട് ഉണ്ടാക്കാം. അത് മാത്രമല്ല, ഇതിൻ്റെ ഇല തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ അതും ഈ ഷുഗർ പോലുള്ള പേഷ്യൻസിനൊക്കെ വളരെയേറെ നല്ലതാണ്. ഷുഗർ നിയന്ത്രിക്കാനൊക്കെ വളരെയേറെ നല്ലതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ജ്യൂസ് അടിക്കുമ്പോൾ ഷുഗറുകാർക്ക് ഈ പഞ്ചസാര ഇടേണ്ട ഒരാവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ട് തന്നെ അടിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ മിക്സിയിൽ ജ്യൂസെല്ലാം അടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. നമ്മളിപ്പോൾ ഇത് ജ്യൂസായിട്ടാണല്ലോ കുടിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കണം. മറിച്ച് ലൂസാക്കാതെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് ജാമൊക്കെ തയ്യാറാക്കാനായിട്ട് വളരെയേറെ നല്ലതാണ്. ഇനി ഇത് നല്ലപോലെ ലൂസായിട്ട് അരിച്ചെടുക്കാനും നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ അരിക്കുമ്പോൾ അതിലുള്ള കുരുവെല്ലാം നന്നായിട്ട് തന്നെ പൊടിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കളറാണ് കേട്ടോ, നല്ല മഞ്ഞ കളറ് ജ്യൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല തണുപ്പാണ്. ഇത് കുടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഊർജ്ജം കിട്ടും കേട്ടോ. ക്ഷീണമൊക്കെ മാറിപ്പോവും. ഇതിപ്പോൾ നമുക്ക് ഒരുപാടുണ്ട് പാഷൻ ഫ്രൂട്ട്സ്. അപ്പം ഞങ്ങളിത് രാവിലെയും വൈകിട്ടും ഒക്കെ നമ്മൾ കുടിക്കാറുണ്ട്. കുടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു ആശ്വാസമായിരിക്കും ഈ ഒരു ചൂടത്ത്. 2 ഐസ് ക്യൂബും കൂടെ ഇട്ട് പുതിനയിലയും ഇട്ട് കൊടുത്താൽ, പുതിനയില വേണമെങ്കിൽ അതിലേക്ക് 2 ഇട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ജ്യൂസായിട്ട് എടുക്കാം. കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നാരങ്ങയുടെ പകുതി വേണമെങ്കിൽ പിഴിഞ്ഞൊഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു ഹെയർ ഡൈ ആണ്. പല ഹെയർ ഡൈകൾ തേച്ചിട്ട് നരച്ച മുടിയിൽ കറുപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ചെയ്യുന്നത് പോലെ തന്നെ കറക്റ്റ് അളവിലൊക്കെ എല്ലാം ചെയ്ത് നോക്കുക. ഇനി അതിന് ശേഷം ഞാനിതിലേക്ക് 1 സ്പൂൺ നല്ല കാപ്പിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. കാപ്പിപ്പൊടി നിങ്ങൾ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കാപ്പിപ്പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 1 സ്പൂൺ ചായപ്പൊടിയും എടുക്കുക. ചായപ്പൊടി മസാല ഇട്ട ചായപ്പൊടി എടുക്കാതിരിക്കുക. സാധാ നല്ല ക്വാളിറ്റിയുള്ള ചായപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ 1-2 സ്പൂൺ ആകുന്നത് വരെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. ചായപ്പൊടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാപ്പിപ്പൊടി തന്നെ ആയാലും മതി. അത് നല്ല ക്വാളിറ്റിയുള്ള കാപ്പിപ്പൊടി എടുക്കാനായിട്ട് മാത്രം ശ്രദ്ധിക്കുക. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഇത് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഹെയർ ഡൈ ചെയ്യുമ്പോൾ ഈ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കാരണം തലനീരിറക്കം, തലവേദന, അങ്ങനെയുള്ള ജലദോഷം ഇതെല്ലാം ഉള്ളവർക്ക് ഈ ഒരു പൊടി നിങ്ങൾ ഇതിലേക്ക് തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കണം.
ഇത് വേറൊന്നുമല്ല, രാസ്നാദിപ്പൊടിയാണ്. ഈ രാസ്നാദിപ്പൊടിയുടെ ഗുണങ്ങൾ ഒരുപാടുണ്ട് മുടിക്കും അതുപോലെ തന്നെ തലയ്ക്കും എല്ലാം. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ചേർക്കാൻ മറന്നു പോകരുത്. ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് കുറച്ച് സാധനങ്ങളും കൂടി ആവശ്യമുണ്ട്. അതിനായിട്ട് നമ്മൾ നാരങ്ങയുടെ തൊണ്ടാണ് എടുക്കുന്നത്. നമ്മൾ ഉപയോഗിച്ച നാരങ്ങയുടെ തൊണ്ടാണ് ഇത്. ഞാൻ ഉണക്കി എടുത്തതാണ്. നമുക്ക് എത്ര നാരങ്ങയുടെ തൊണ്ട് കിട്ടുമോ അതെല്ലാം നമ്മളിതുപോലെ ഉപയോഗിച്ചതിന് ശേഷം നല്ല വെയിലത്ത് വെച്ച് ഉണക്കി സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഹെയർ ഡൈ ഒക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത് ചിരട്ടയുടെ കരിയാണ്. ചിരട്ടയുടെ കരിയും നമുക്ക് ഇതുപോലെ തന്നെ കരിച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ നാരങ്ങയുടെ തൊണ്ടെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ മിക്സിയിലിടാൻ പാടില്ല, കാരണം മിക്സിയിലുള്ള ബ്ലേഡ് ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിതൊന്ന് രണ്ട് മൂന്നായിട്ട് മുറിച്ചിട്ടതിന് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ നാരങ്ങയുടെ തൊണ്ടും ഈ ചിരട്ടയുടെ കരിയൊന്ന് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ നാരങ്ങയുടെ തൊണ്ടും ചിരട്ടയുടെ കരിയും മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ചെറിയ ചെറിയ ചിരട്ടയുടെ കരി ഉണ്ടാവും. അപ്പോൾ ഒരു ചെറിയൊരു അരിപ്പയിൽ നമ്മളിത് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കണം. അതുപോലെ തന്നെ മിക്സിയുടെ ജാറിൻ്റെ മൂടിയിൽ അത് അരിക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് തന്നെ പൊടിഞ്ഞ പൊടിയാണ്. ഇതിലൊട്ടുമേ തരി ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമുക്കെടുത്ത് മാറ്റി വയ്ക്കണം. നമ്മുടെ മിക്സിയിലുള്ള ആ ഒരു പൊടിയാണ് നമുക്ക് അരിച്ചെടുക്കേണ്ടത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ മുടിയിൽ നന്നായിട്ട് തന്നെ കറുപ്പ് പിടിക്കും കേട്ടോ. നരച്ച മുടിയിലൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു കുഴപ്പം കൊണ്ടായിരിക്കും മിക്കവരുടെയും മുടി കറുപ്പ് കിട്ടാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനും ഞങ്ങളുടെ ഇവിടെയുള്ള സകലരും ഇതിപ്പോൾ ഞാനിപ്പോൾ മിക്കവർക്കും ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ ചെയ്യുന്നതൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഡൈകളൊക്കെ ഞാൻ ഓരോ വീഡിയോസും ഞാൻ ഇട്ട് തരുന്നത്. മാത്രമല്ല ഹെയർ ഡേ ചെയ്യുമ്പോൾ അതിൽ നാരങ്ങയുടെ ഒരംശം ചേർക്കുന്നത് വളരെയേറെ നല്ലതാണ് കേട്ടോ, മുടിയിലൊക്കെ ഹെയർ ഡേ പിടിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള ചായപ്പൊടി, കാപ്പിപ്പൊടി, രാസ്നാദിപ്പൊടി ഇതെല്ലാം കൂടെ തിളപ്പിച്ച് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് തിളച്ച് വറ്റട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടി ചെയ്യാം. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ സ്ഥിരം ചെയ്യാറുള്ള ഹെയർ ഡൈ ചെയ്യുന്ന പാത്രത്തിലേക്ക് ഞാൻ 2 തുരുമ്പുള്ള ആണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല തുരുമ്പുള്ള ആണി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആണി തന്നെ വേണമെന്നില്ല, ഇരുമ്പിൻ്റെ ഏത് കഷ്ണമാണേലും നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങയുടെ തൊണ്ടും ചിരട്ടക്കരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും രാസ്നാദിപ്പൊടിയും തിളപ്പിച്ച് ഒരുമാതിരി വറ്റി വന്നിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ചെറു ചൂടോട് കൂടി വേണം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്, ഒരുപാട് ചൂട് വേണ്ട. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 സ്പൂൺ ഹെന്ന പൗഡറാണ്. ഹെന്ന പൊടി ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഉള്ളത് മാത്രം നിങ്ങൾ മേടിക്കുക. ഇനി അതുപോലെ തന്നെ 2 സ്പൂൺ നെല്ലിക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിത് നെല്ലിക്ക വാങ്ങിച്ചിട്ട് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഞാനിതെല്ലാം കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കാപ്പിപ്പൊടിയും തേയിലപ്പൊടിയും രാസ്നാദിപ്പൊടിയും തിളപ്പിച്ച് വറ്റിച്ചത് 2-3 നമുക്ക് ആവശ്യമുള്ള അത്ര നമുക്ക് എടുക്കുക. ഒരുപാട് ലൂസാവരുത്, നല്ല കട്ടിക്ക് തന്നെ നമ്മൾ ഡൈ ഒക്കെ തേക്കുന്ന ആ ഒരു രൂപത്തിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ആ വെള്ളം അരിച്ചിതിലേക്ക് ഒഴിക്കാം. അപ്പം നമുക്ക് പൊടി എത്രയുണ്ട് അതിനനുസരിച്ച് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഗുണം കിട്ടുള്ളൂ. ചായപ്പൊടിയുടെയും കാപ്പിപ്പൊടിയുടെയും ഏത് നമ്മൾ പൊടികൾ നമ്മളിതുപോലെ തിളപ്പിച്ച് എടുത്താലും നമ്മൾ നല്ല കട്ടിക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അതിൻ്റെ ഫലം മുഴുവനും ആ വെള്ളത്തിൽ ഇറങ്ങണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഉദ്ദേശിച്ച ഗുണം കിട്ടത്തുള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, നല്ല കട്ടിയായ ഒരു കളറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ നല്ലൊരു കളർ വരും. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു വേസ്റ്റ് നിങ്ങൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് ചെടികൾക്കൊക്കെ വളരെയേറെ നല്ലതാണ്. ചെടികൾക്കും പച്ചക്കറിക്കും ഒക്കെ ഇടാനായിട്ട് വളരെയേറെ നല്ലതാണ് ഇതിൻ്റെ വേസ്റ്റ്. അപ്പോൾ ആരും അതും കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ലാസ്റ്റായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത്, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിവിടെ ചേർക്കുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിലിന് പകരം നിങ്ങൾക്ക് ആവണക്കെണ്ണ ചേർക്കാം. സാധാ വെളിച്ചെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഒലിവ് ഓയിൽ 2 തരമുണ്ട്. ഒന്ന് പാചകം ചെയ്യാനുള്ള ഒലിവ് ഓയിലുണ്ട്, ഒന്ന് മുടിയിൽ തേക്കാനുള്ള ഒലിവ് ഓയിലും ഉണ്ട്. അത് പ്രത്യേകം നിങ്ങൾ ചോദിച്ച് തന്നെ വാങ്ങുക. മുടിയുടെ വളർച്ചയ്ക്കും അകാല നര ഇല്ലാതാക്കാനും ഒക്കെ വളരെയേറെ നല്ലതാണ് നമ്മുടെ ഈ ഒലിവ് ഓയിൽ. ഒരിക്കലും ഒലിവ് ഓയിൽ തന്നെയായിട്ട് തേക്കരുത്. എപ്പോഴും ഒലിവ് ഓയിൽ തേക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ തലയിൽ മസാജ് ചെയ്ത് അങ്ങനെ തേക്കാനും വളരെയേറെ നല്ലതാണ്. അങ്ങനെ നമ്മുടെ ഹെയർ ഡേ എല്ലാം നന്നായിട്ട് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് തലേദിവസമാണ് ഞാൻ നൈറ്റ് തയ്യാറാക്കി വയ്ക്കുന്നത്. ഞാനെപ്പോഴും നൈറ്റാണ് ഞാൻ ഹെയർ ഡേ ഉണ്ടാക്കുന്നത്, നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം. ഇപ്പോഴത്തന്നെ നമ്മുടെ ഹെയർ ഡേക്ക് നല്ലൊരു കളറും ഒക്കെ വന്നിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു കളറും നല്ലൊരു തിളക്കമൊക്കെ ഇപ്പോഴും തന്നെ ഉണ്ട് നമ്മുടെ ഹെയർ ഡേക്ക്. അപ്പോൾ ഇനി ഇത് രാവിലെ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ഇപ്പം നമ്മൾ തലേദിവസം തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഹെയർ ഡേയുടെ കൂട്ട് നോക്കാം. ഈ ഹെയർ ഡേ മാത്രം മതി കേട്ടോ, നമ്മുടെ നരച്ച മുടിയൊക്കെ നന്നായിട്ട് തന്നെ നല്ല കറുപ്പായിട്ട് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങളുടെ മുടിയിൽ ഏത് തരം ഹെയർ ഡേ ചെയ്തിട്ടും യാതൊരുവിധ കളറും പിടിക്കുന്നില്ല എങ്കിൽ ഈ ഒരു പൊടി കൂടി നിങ്ങൾ ലാസ്റ്റ് ചേർക്കാവുന്നതാണ്. ഇതിപ്പം ഞാൻ എടുത്തിരിക്കുന്ന 3 പേർക്കുള്ള ഹെയർ ഡേ ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരാൾക്കാണെങ്കിൽ എടുക്കുന്ന പൊടികളുടെ ക്വാണ്ടിറ്റി കുറച്ച് എടുത്താൽ മതിയാകും. അപ്പോൾ ഇത് ബ്ലാക്ക് ഹെന്നയാണ്. എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടുന്നതാണ് ഈ ബ്ലാക്ക് ഹെന്ന എന്ന് പറയുന്നത്. ഇതിൽ യാതൊരുവിധ കെമിക്കലും ഇല്ല എന്നാണ് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള നാച്ചുറൽ ഹെയർ ഡേ തയ്യാറാക്കിയതിന് ശേഷം ഇതുപോലെ കുറച്ച് ബ്ലാക്ക് ഹെന്ന കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെയറിൽ നന്നായിട്ട് പിടിക്കുന്നതാണ്. ഞാനിത് രണ്ടും ഉപയോഗിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ സാധാരണ അറിയാമല്ലോ, ഹെയർ ഡേ ചെയ്യുമ്പോൾ മുടി നന്നായിട്ട് 2 ദിവസം മുന്നേ എണ്ണയെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഈ ഹെയർ ഡേകൾ തേക്കുക. ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ട കാര്യം, ഇതിൽ യാതൊരുവിധ കെമിക്കൽസും ഇല്ല. പെട്ടെന്ന് തന്നെ പിടിക്കണം എന്ന് പറഞ്ഞാൽ അതിൽ കെമിക്കൽ ചേർത്താൽ മാത്രമേ അങ്ങനെയൊക്കെ പെട്ടെന്ന് പിടിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ആയുർവേദ മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഫലം കിട്ടില്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു നാച്ചുറലായിട്ട് തയ്യാറാക്കുന്ന ഏതൊരു പ്രോഡക്റ്റും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഡൈ ചെയ്തതിന് ശേഷം നിങ്ങൾ 2 ദിവസത്തേക്ക് നോർമൽ വാഷേ ചെയ്യാൻ പാടുള്ളൂ. ഷാമ്പു ഇടരുത്. കാരണം ഷാമ്പു ഇട്ട് നിങ്ങൾ സ്ക്രബ് ചെയ്യുമ്പോൾ ആ കളറ് പോവാൻ 100% ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അപ്പോൾ തന്നെ ഷാമ്പു ഇടരുത് എന്ന് പറയുന്നത്. ഞാൻ ഡൈ ചെയ്യുന്നവർക്കുള്ളൊരു ഷാമ്പു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ എന്ത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എന്ത് റിസൾട്ട് കിട്ടിയാലും നിങ്ങളെന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. ഈ ഒരു ഹെയർ ഡേ നിങ്ങൾ കുറച്ചധികം ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് 2-3 പ്രാവശ്യമായിട്ടൊക്കെ നിങ്ങൾ ആഴ്ചയിൽ 1 അങ്ങനെ വെച്ച് 2-3 തവണകളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുടിയിൽ പിടിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാസത്തിൽ ഒരിക്കലാണെങ്കിലും തേച്ചാൽ മതി. അങ്ങനെ തേക്കും തോറും പിന്നെ അത് മുടിയിൽ അത് അക്സെപ്റ്റ് ആയിക്കോളും.